നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പരശുരാമനാൽ സ്ഥാപിതമായ 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രം. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. ഇന്ന് ഈ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിലൊന്നാണ് അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമായ കളക്ടറേറ്റിന് അല്പം വടക്കുമാറി അയ്യന്തോളിൻ്റെ ഹൃദയഭാഗത്താണ് അതിപുരാതനമായ അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ദർശനം. ഉപദേവനായി ഒക്കത്ത് ഗണപതി മാത്രമാണുള്ളത്. വടക്കുന്നാഥൻ്റെ 4 അതിരുകൾ കാക്കുന്ന ദേവിമാരിൽ ഒരാളാണ് അയ്യന്തോൾ ഭഗവതി. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം കേട്ടുകേൾവിയുണ്ട്. അത് ശ്രീകൃഷ്ണാവതാരവുമായി ബന്ധപ്പെട്ടതാണ്. അധർമ്മിയും ദുഷ്ടനുമായ കംസൻ തൻ്റെ സോദരി ദേവകിയുടെയും വസുദേവന്റെയും വിവാഹം കഴിഞ്ഞ് ഇരുവരെയും കൊണ്ട് സ്വന്തം ഗൃഹത്തിലേക്ക് പോകുമ്പോൾ വഴിക്കുവെച്ച് ഒരു അശരീരി കേൾക്കാനിടയായി. സഹോദരിയായ ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നു അശരീരി. ഇതിൽ കോപിതനായ കംസൻ ഉടനെ തന്നെ ദേവകിയെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് ജനിക്കുന്ന എല്ലാ പുത്രന്മാരെയും കംസന് നൽകാമെന്ന് ഏറ്റതിനാൽ കംസൻ അതിൽ നിന്നും പിന്മാറി. അതനുസരിച്ച് ദേവകിക്ക് പിറന്ന 6 പുത്രന്മാരെയും കംസൻ പാറയിൽ അടിച്ചു കൊന്നു. 7ാമത്തെ പുത്രന്റെ ഭ്രൂണം തന്നെ ഗർഭത്തിൽ നിന്നും മാറ്റിയതുകൊണ്ട് ആ കുഞ്ഞ് ബലരാമനായി അമ്പാടിയിൽ വളർന്നു. 8ാമത്തെ പുത്രനായി പിറന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനായിരുന്നു. അന്നേരം അമ്പാടിയിൽ പിറന്ന ദേവകിയെയും കൃഷ്ണനെയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരസ്പരം മാറ്റിക്കിടത്തി. ദേവകിയുടെ സ്വന്തം കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിച്ച് കംസൻ ആ പെൺകുഞ്ഞിനെയും പാറയിലടിച്ച് കൊല്ലാൻ മുതിർന്നു. കാലുകൾ കൂട്ടിപ്പിടിച്ച് പാറയിലടിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ കുഞ്ഞ് കയ്യിൽ നിന്നും തെന്നിത്തെറിച്ച് കംസന്റെ തോളിൽ ചവിട്ടി കുതിച്ചു പൊങ്ങി മിന്നിമറഞ്ഞു. ആ കുഞ്ഞ് സാക്ഷാൽ ദേവിമായയുടെ ചൈതന്യമായിരുന്നു. ആ ദേവി ചൈതന്യം ലയിച്ചത് ഇവിടെ ഭാർഗവരാമൻ മുമ്പ് പ്രതിഷ്ഠിച്ചിരുന്ന ദേവി പ്രതിഷ്ഠയിലായിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു. അയ്യനായ കംസന്റെ തോളിൽ ചവിട്ടിക്കുതിച്ചു പോന്ന ദേവി വന്നിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് അയ്യന്തോൾ എന്ന പേര് ലഭിച്ചതെന്ന് പഴമക്കാർ പറയുന്നു. തൃശ്ശൂരിൻ്റെ ആസ്ഥാന സ്ഥലമായ അയ്യന്തോളിൽ കുടികൊള്ളുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹീതരായിട്ടുള്ള കാർത്യായനി ഭഗവതിയുടെ പ്രധാന വിശേഷങ്ങളൊന്നായിട്ടുള്ളതായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിനോട് ബന്ധപ്പെട്ട ഘടകപൂരങ്ങളിലെ ഇവിടെ നിന്നുള്ള എഴുന്നള്ളിപ്പ്. മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ ചെറുപൂരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ്. എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ പതിവുള്ള കൊടികയറുന്ന ദിവസം ഇവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ശുദ്ധി, ദ്രവ്യകലശം എന്നീ ഉള്ളിലെ പ്രധാന ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ കൊടികയറുന്നത്. അപൂർവമായിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങൾ വളരെ കുറച്ച് ചടങ്ങുകൾ മാത്രമാകുമ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണോ ക്ഷേത്രത്തിന് പുറത്ത് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ ചടങ്ങുകൾക്ക് പ്രാധാന്യമായി നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ആചാരം നടന്നു വരുന്നത്. ആണ്ടുവിശേഷങ്ങളായിട്ട് വളരെ പ്രധാനമായിട്ടും എല്ലാ കൊല്ലവും നടക്കുന്ന വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക മഹോത്സവം, അതുപോലെ ശിവരാത്രിയോട് ബന്ധപ്പെട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മഹാദേവനെ ദർശിക്കുന്ന ആ ഒരു ചടങ്ങ്, അതുപോലെ ആ മാസത്തിൽ തന്നെ ഇവിടെ കുറച്ചു കാലങ്ങളായിട്ട് പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലം തുടങ്ങിയ മുതൽ അത് കൂടുതൽ ആൾക്കാർക്ക് അനുഗ്രഹമായി കൊണ്ട് തന്നെ എല്ലാ കൊല്ലവും ഇപ്പോൾ കൂടുതൽ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതും വളരെ വിശേഷമായിട്ട് ഇവിടെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ മിഥുനമാസത്തിലെ പ്രതിഷ്ഠാ ദിവസം പ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് 7 ദിവസമായി ഭാഗവത സപ്താഹം, ആ സപ്താഹ സമാപനത്തിന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ പ്രതിഷ്ഠാദിനം, അമ്മയുടെ പിറന്നാളാഘോഷം എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നു. അതുപോലെ കർക്കിടക മാസത്തിലെ ലക്ഷാർച്ചന ആഗസ്റ്റ് 15-ന് ബന്ധപ്പെട്ടുകൊണ്ട് ഇതെല്ലാം ചടങ്ങുകൾക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭക്തജനങ്ങൾക്കും അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. തൃശ്ശൂർ പൂരത്തിനോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുമാതിരി കാലത്ത് 6 മണിയോടുകൂടി എഴുന്നള്ളിച്ച് വടക്കുന്നാഥനെ ദർശിക്കാനായിട്ട് ഇവിടുന്ന് പോയി 3 ആനകളോടുകൂടി എഴുന്നള്ളിച്ച് ഏതാണ്ട് കോട്ടപ്പുറം എത്തുമ്പോൾ അവിടെ 5 ആനയായും ശ്രീമൂലസ്ഥാനത്ത് എത്തുമ്പോൾ അത് 14 ആനയായിട്ടും കൊണ്ട് ഗംഭീരമായിട്ട് തന്നെ പഞ്ചവാദ്യം, മേളം എന്നീ പ്രത്യേകത
രൂപത്തിൽ തന്നെ ഇവിടുന്ന് എഴുന്നള്ളിച്ചു കൊണ്ടും ഉച്ചയ്ക്ക് ശേഷം മടങ്ങി വന്ന് വീണ്ടും വൈകുന്നേരം എഴുന്നള്ളിച്ചു പോയി കാലത്തെ ചടങ്ങുകളെല്ലാം ആവർത്തിച്ച് 8-ാം ദിവസം നടുവിൽ മഠത്തിൽ ആറാട്ട്. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാ ചെറുപൂരങ്ങളിലും തിരുവമ്പാടി പാറമേക്കാവ് ഒഴിച്ച് ചെറുപൂരങ്ങളിൽ അയ്യന്തോൾ ക്ഷേത്രത്തിന് മാത്രമേ നടുവിൽ മഠത്തിൽ ഇപ്പോൾ ആറാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട്. ആ ആറാട്ട് കഴിഞ്ഞ് 8-ാം ദിവസം തിരിച്ചു വന്ന് ആണ് ഇവിടെ ക്ഷേത്രത്തിലെ കൊടിയിറക്കം, വൈകുന്നേരം ഉത്തരം കുടിക്കുത്ത്. അതിനുശേഷം ഈ ക്ഷേത്ര ചടങ്ങുകളൊക്കെ ഇവിടെ സമാപിക്കുന്നു. ഭാർഗവരാമൻ പ്രതിഷ്ഠിച്ച അതേ വിഗ്രഹം അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും നിലകൊള്ളുന്നത്. തൃക്കൈകളിൽ ശംഖ്, ചക്രം, പത്മം, കടിബന്ധം എന്നിവയുമായി ചിന്മുദ്രകളോടുകൂടി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. അഞ്ചരക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹം പഞ്ചലോഹം കൊണ്ടുള്ള ഗോളക വാർത്ത് കെട്ടിയിരിക്കുകയാണ്. പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കൊത്തുപണികളോട് കൂടിയ വലിയ പ്രഭാമണ്ഡലത്തിന് നടുവിൽ ഞൊറിയുടുത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് തിലകക്കുറിയും ചാർത്തി അർദ്ധനിമീലിത നേത്രവുമായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ടാണ് ദേവിയുടെ ദിവ്യരൂപം. നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രം. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, മകം തൊഴൽ, ദുർഗാപൂജ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളെങ്കിലും തൃശ്ശൂർ പൂരത്തിനാണ് ഏറെ പ്രാധാന്യം. തൃശ്ശൂർ പൂരത്തിന് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും ഒരേപോലെ അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിലും കൊടികയറുന്നു. ഇവിടെ കൊടികയറുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രാവിലെയാണ്, അതായത് 8 ഘടകക്ഷേത്രങ്ങളിൽ രണ്ടാമത് കൊടികയറുന്ന സ്ഥലമാണ് അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം. അതും രാവിലെയാണ് ഇവിടെ കൊടികയറുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ദേശക്കാരാണ് കൊടി ഉയർത്തുന്നതെങ്കിൽ ഇവിടെ മാത്രം ഇവിടുത്തെ ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും കൂടിയാണ് ഇവിടെ കൊടി ഉയർത്തുന്നത്. കൊടിയേറി ആദ്യത്തെ ദിവസം ദേവി ഈ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ദിവസമാണ് പറയെടുപ്പ്. രണ്ടാമത്തെ ദിവസം പ്രധാനമായി ചെമ്പുക്കാവിലേക്കാണ് ദേവി പുറപ്പെടുന്നത്. ചെമ്പുക്കാവ് ദേവിയും അയ്യന്തോൾ ദേവിയും ചേച്ചി അനുജത്തിയാണ് എന്നാണ് സങ്കല്പം. ഇവിടെ നിന്ന് പോകുന്ന ദേവി അവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം, അവിടെ രണ്ടുപേരും തമ്മിൽ കാണാറില്ല. അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരും. അതേപോലെ തന്നെ അവിടുത്തെ ദേവിയും ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങാണ് ഇവിടെ ഉള്ളത്. അതേപോലെ ഓരോ ദിവസങ്ങളിലും ഓരോ സ്ഥലങ്ങളിലേക്കാണ് പറയ്ക്ക് എഴുന്നള്ളുന്നത്. തൃശ്ശൂർ പൂരം ദിവസം ഇവിടെ രാവിലെ 3 മണിക്കാണ് ക്ഷേത്രത്തിൽ ആറാട്ട്. ആറാട്ടിന് ശേഷം കാലത്ത് 6 മണിക്ക് ദേവി വടക്കുന്നാലിലേക്ക് പുറപ്പെടും. ഇവിടെ ഒരുപാട് പറകളാണ് ദേവിക്ക് സമർപ്പിക്കാറുള്ളത്. ഈ പറ എടുത്തുകൊണ്ടാണ് ദേവി ശ്രീ വടക്കുന്നാലിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ 3 ആനപ്പുറത്ത് പോകുന്ന പൂരം MG റോഡിലെത്തുമ്പോൾ അത് 7 ആനയായിട്ട് മാറുന്നു. 7 ആനയോട് കൂടിയിട്ടാണ് പിന്നെ പഞ്ചവാദ്യം തുടങ്ങുന്നത്. പഞ്ചവാദ്യം നടുവിലാലിലെത്തി അവിടെ കലാശിക്കുന്നു. അവിടെ നിന്ന് 13 ആനപ്പുറത്ത് മേളത്തോടു കൂടി ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളതാണ്. ശ്രീമൂലസ്ഥാനത്ത് 12 മണിക്ക് പൂരം കൊട്ടിക്കലാശിക്കുന്നു. അവിടെ നിന്ന് 1 ആനപ്പുറത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് കയറി തെക്കേ ഗോപുരം വഴി ഇറങ്ങി MG റോഡ് വന്ന വഴി കൂടെ തന്നെ അയ്യന്തോളിലേക്ക് എത്തുന്നു. വൈകിട്ട് 8 മണിക്ക് വീണ്ടും ഇവിടെ നിന്നും പൂരം പുറപ്പെട്ട്, അത് 1 ആനപ്പുറത്താണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടെ നിന്ന് പുറപ്പെട്ട് MG റോഡിലെത്തുമ്പോൾ അവിടെ പഞ്ചവാദ്യം തുടങ്ങുന്നു. അതേപോലെ തന്നെയാണ് ശ്രീമൂലസ്ഥാനത്തെത്തുമ്പോൾ മേളം തുടങ്ങുന്നത്. രാത്രി ഈ പൂരം കഴിഞ്ഞ് ഇറങ്ങി മറ്റേ മഠത്തിലാണ് ദേവി ഉറങ്ങാറുള്ളത്. രാവിലെ അവിടെ ആറാട്ട് കഴിഞ്ഞ് രാവിലെ അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുന്നു. വൈകിട്ട് ഉത്തരവിളക്കോടുകൂടി കൊടി ഇറങ്ങുന്നതോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങ് ഈ അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിൽ
അവസാനിക്കുകയാണ്. ദേവകിക്കും വസുദേവർക്കും ജനിച്ച 8ാമത്തെ കുട്ടിയാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണനെ മാറ്റിക്കിടത്തി ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചതെന്ന് പറഞ്ഞ് കംസൻ്റെ അടുത്ത് ചെല്ലുകയാണ്. കംസൻ ഈ കുട്ടിയെ, അതായത് ദേവിയെ, 8ാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിലും ദേവിയെ പൊക്കി നിലത്തെറിയാൻ വേണ്ടിയിട്ട് ഓങ്ങി ഇതായപ്പോൾ തോളിൽ ചവിട്ടിയിട്ട് മുകളിലേക്ക് പൊന്തിയിട്ട് പിന്നെ ഇവിടെ വന്ന്, അതായത് അയ്യന്തോളിൽ വന്ന് ഇരുന്നു എന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെ കംസൻ്റെ തോളിൽ ചവിട്ടി ഇവിടെ വന്നിരുന്നു കൊണ്ട് ഈ സ്ഥലത്തിന് അയ്യന്തോൾ എന്ന പേര് വന്നു എന്നുള്ളതാണ് ഐതിഹ്യം. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവി തന്നെയാണ്. ശ്രീ കാർത്യായനി ഭഗവതി ഉപദേവനായിട്ട് ഗണപതിനെ കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മാനവദേഹത്തിന്റെ മനോഹരമായ പ്രതിരൂപമാണ് ക്ഷേത്രങ്ങൾ. മലർന്ന് നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു പുരുഷനെ സങ്കല്പിക്കുക. ക്ഷേത്രഗോപുരം ദേവന്റെ പാദങ്ങളാണ്. പുറത്തെ പ്രദക്ഷിണ വഴി തുടകൾ, കൊടിമരം ലിംഗം, ബലിക്കല്ല് വയർ, നമസ്കാര മണ്ഡപം നെഞ്ച്, അകത്തെ പ്രദക്ഷിണ വഴി കൈകൾ, നമസ്കാര മണ്ഡപത്തിനും ശ്രീകോവിലിനും മധ്യേ കഴുത്ത്, ശ്രീകോവിൽ ശിരസും ശിരസിൽ കിരീടമെന്ന പോലെ ശ്രീകോവിൽ നിർമ്മിതിയും, മേൽപ്പറയുന്നതിൽ കൊടിമരം ഒഴികെ എല്ലാം തികഞ്ഞ ഒരു ക്ഷേത്രം തന്നെയാണ് അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എത്രയാണെന്ന് വ്യക്തമല്ല. 2006 ജൂലൈ മാസത്തിൽ നടത്തിയ നവീകരണ കലശത്തോടനുബന്ധിച്ച് ശ്രീകോവിൽ പൂർണ്ണമായി പൊളിച്ചു പണിത് ചെമ്പോലമേഞ്ഞു. ഉള്ളിൽ വട്ടവും പുറമേ ചതുരവുമായിട്ടുള്ള ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. ഈ ശ്രീകോവിലിന് ചുറ്റും മനോഹരമായ ചുമർചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ശ്രീകോവിലിന് മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിലെ കൊത്തുപണികൾ ഏറെ മനോഹരമാണ്. നടുവിൽ ബ്രഹ്മാവിന്റെയും ചുറ്റും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. അവയ്ക്ക് ചുറ്റും ദേവാസുര യുദ്ധം, പാലാഴിമദനം എന്നീ കഥകളും നാഗമാലയും കൊത്തിവെച്ചിട്ടുണ്ട്. അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതായിരിക്കും. 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രം. ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ എന്ന് പറയുന്നത് തൃക്കാർത്തിക മഹോത്സവവും അതുപോലെ പ്രതിഷ്ഠാദിനവും പിന്നെ ഈ പറയുന്ന തൃശ്ശൂർ പൂരവും ആണ് ഏറ്റവും പ്രസിദ്ധമായിട്ട് നടക്കുന്ന ആഘോഷങ്ങൾ. അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിനോടനുബന്ധിച്ച് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി 70-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മേളമാണ് അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രത്തിൽ അണിഞ്ഞൊരുങ്ങുന്നത്. ഇരിങ്ങാലക്കുട നീരജും സംഘവുമാണ് ഈ മേളത്തിന് പ്രാമാണിത്വം വഹിക്കുന്നത്. അതിനുശേഷം മേളം ശേഷം 11 മണിക്കും 11:30ക്കും ഇടയിലാണ് തൃശ്ശൂർ പൂരത്തിന്റെ അയ്യന്തോൾ ദേശത്തിന്റെ കൊടിയേറ്റം ഇവിടെ നടക്കുന്നത്. തന്ത്രി ശ്രീ പഴങ്ങാമ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി ആണ് ഇവിടെ കൊടിയേറ്റം നടത്തുന്നത്. തൃശ്ശൂർ പൂരം ദിവസം വെളുപ്പിന് 3 മണിക്ക് ദേവി ആറാട്ടിന് എഴുന്നള്ളുകയും അതിനുശേഷം കാലത്തൊരു 6 മണിയോടുകൂടി 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ദേവി ക്ഷേത്രത്തിൽ നിന്ന് വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക്, നടപ്പാണ്ടി കൊട്ടി ദേവി ഇവിടുന്ന് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളുകയാണ്. ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ ദേശക്കാർ ദേവിക്ക് പറ സമർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി നിൽക്കുന്ന കാഴ്ച നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. വടക്കുന്നാഥന്റെ സന്നിധിയിൽ എത്തുന്നതിന് മുന്നേ 8 മണിയോടുകൂടി കോട്ടപ്പുറത്ത് എത്തി അവിടെ നിന്നും പഞ്ചവാദ്യം തുടങ്ങി തൃപ്രയാർ രമേശന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം തുടങ്ങി 10 മണിയോടുകൂടി നടുവിലാലിൽ വെച്ച് ഈ പഞ്ചവാദ്യം അവസാനിക്കുകയും 10 മണിക്ക് പെരുവനം പ്രകാശന്മാരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരുന്നുകൊണ്ടുള്ള 13 ആന അകമ്പടിയായി വലിയ മേളം നടുവിലാൽ നിന്ന് ആരംഭിക്കുകയും 12 മണിക്ക് ഈ മേളം ശ്രീമൂലസ്ഥാനത്ത് അവസാനിക്കുകയും ചെയ്യുന്നതാണ്. അവിടെ നിന്ന് തിടമ്പേന്തിയ ആന മാത്രം ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് തെക്കേ ഗോപുരനട വഴി പുറത്തേക്ക് ഇറങ്ങി നേരെ തിരിച്ച് അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രത്തിലേക്ക് തന്നെ ദേവി തിരിച്ച് എഴുന്നള്ളുകയും ചെയ്യുന്നതാണ്. അന്നേ ദിവസം തൃശ്ശൂർ പൂരം ദിവസം തന്നെ വൈകിട്ട് 8 മണിയോടുകൂടി ഇതുപോലെ തന്നെ ദേവി വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളുമ്പോൾ നാദസ്വരത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ദേവി വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നത്. 9 മണിയോടുകൂടി പഞ്ചവാദ്യം കോട്ടപ്പുറത്ത് നിന്ന് ആരംഭിക്കുകയും 11 മണിക്ക് പഞ്ചവാദ്യം നടുവിലാല അവസാനിക്കുകയും തുടർന്ന് ശ്രീ പെരുവനം പ്രകാശന്മാരുടെ നേതൃത്വത്തിൽ തന്നെ വീണ്ടും മേളം തുടങ്ങുകയും 12:30 ഈ മേളം ശ്രീമൂലസ്ഥാനത്ത് അവസാനിക്കുകയും തുടർന്ന് നിലപാട് തറയിൽ വലം വെച്ചുകൊണ്ട് ദേവി നടുവിലാൽ വഴി തന്നെ ഇറങ്ങി പാണ്ഡ്യ സമൂഹ മഠത്തിൽ വന്ന് അന്നേ ദിവസം അവിടെയാണ് ദേവി ഇരിക്കുന്നത്. പിറ്റേ ദിവസം കാലത്ത് തെക്കേ മഠത്തിൽ വെച്ചാണ് ദേവിയുടെ ആറാട്ട് നടക്കുന്നത്. അതേ മഠത്തിൽ വെച്ച് തന്നെയാണ് പാർമേക്കാവിൻ്റെയും തിരുവമ്പാടി ദേവിയുടെയും ആറാട്ട് നടക്കുന്നത്. അവിടെ നിന്ന് ദേവി
തിരിച്ച് അയ്യന്തോൾ ശ്രീ കാർത്തികേയ ക്ഷേത്രത്തിലേക്ക് വരികയും അന്നേ ദിവസം വൈകിട്ട് ഇവിടെ ഒരു 8 മണിയോടുകൂടി കൊടിയിറക്കത്തിന് വേണ്ടിയിട്ടുള്ള മേളം ആരംഭിക്കുകയും അന്നേ ദിവസം ഒരു 10:00 ക്ഷേത്രം മേൽശാന്തി കൊടി ഇറക്കുകയും തുടർന്ന് തിടമ്പേറ്റിയ ആന ഈ കൊടിമരം പിഴുതെടുക്കുകയും തുടർന്ന് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഈ കൊടിമരം തോളിലേറ്റി 7 പ്രദക്ഷിണം വെച്ച് ഈ കൊടിമരം ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ നടന്നു വരാറുള്ള പതിവ്. കരിങ്കൽ നിർമ്മിതമായ 2 കവാടങ്ങൾ കടന്നു വേണം ശ്രീകോവിലിന് മുന്നിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെത്താൻ. വിസ്താരമേറിയ നാലമ്പലം, മണ്ഡപം, മുളയറ, തിടപ്പള്ളി, ബലികൽപുര, കിഴക്കുവശത്തെ നടപ്പുര, കിഴക്കും പടിഞ്ഞാറുമുള്ള ഗോപുരങ്ങൾ, അഗ്രശാല, ഭജനമണ്ഡപം, വിസ്താരമേറിയ വിളക്കുമാടം എന്നിവയോടുകൂടിയതാണ് ഈ ക്ഷേത്ര സമുച്ചയം. നാലമ്പലത്തിനകത്തും മതിൽക്കകത്തുമായി 2 വറ്റാത്ത കിണറുകളുമുണ്ട്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള വിശാലമായ ക്ഷേത്രക്കുളത്തിലാണ് ഉത്സവത്തിൽ 7 ദിവസം ആറാട്ട് നടക്കുക. പൂർവിക കാലത്ത് ഈ ക്ഷേത്രം കിഴക്കിനിയടം, പടിഞ്ഞാറ്റേടം, കണക്കം, കുന്തത്തിൽ എന്നീ 5 ഇല്ലക്കാരുടേതായിരുന്നുവത്രേ. പിന്നീട് ഊരായ്മ തമ്മിലുള്ള കലഹം മൂത്തപ്പോൾ ക്ഷേത്രം സർക്കാരിലേക്ക് ഏറ്റെടുത്തുവെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് വടക്കുന്നാഥ ക്ഷേത്രവുമായി വളരെ ബന്ധമുണ്ടത്രേ. വടക്കുന്നാഥന് ചുറ്റും തുല്യ അകലത്തിൽ 4 ചിറകളും 4 ശിവനും 4 ദുർഗയുമുണ്ട്. അതിൽ ഒരു ദുർഗയാണ് ഇവിടുത്തെ ദേവി എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല വടക്കുന്നാഥന്റെ ഉത്സവത്തിന് അകമ്പടി സേവിച്ചിരുന്നതും ഈ ദേവിയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. തൃശ്ശൂർ പൂരമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ഈ ക്ഷേത്രത്തിലെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഏറെ പ്രസിദ്ധമാണ്. തൃക്കാർത്തിക കൂടാതെ മിഥുനമാസത്തിലെ ചോതിനാളിലെ പ്രതിഷ്ഠാദിനം, സപ്താഹയജ്ഞം, കർക്കിടകത്തിലെ ഗണപതി ഹോമം, ഭഗവത് സേവ, രാമായണ മാസാചരണം, രക്ഷാർച്ചന, ഇല്ലനിറം, നവരാത്രി, കുംഭമാസത്തിലെ മകൻ തൊഴൽ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ്. ശിവരാത്രിക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഭഗവതി എഴുന്നള്ളാറുണ്ട്. തൃശ്ശൂർ പൂരത്തിന് 7 നാൾ മുമ്പ് ക്ഷേത്രത്തിൽ കൊടിയേറും. ഉത്സവം കൊടികയറുന്നതിന് 3 ദിവസം മുൻപ് മുതൽ ദ്രവ്യകലശം നടത്തുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ആ കലശത്തിന്റെ അവസാനത്തിൽ ബ്രഹ്മകലശമാടിയാണ് ഇവിടെ കൊടി കയറ്റാറുള്ളത്. രാവിലെ 10-നും 10:30-നും ഇടയിലാണ് കൊടിയേറ്റം. കൊടിയേറ്റത്തിന് മുമ്പ് 3 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ്, ആറാട്ട് എന്നിവ നടക്കും. കൊടികയറി 7-ാം നാൾ ആറാട്ട്, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ, പറയെടുപ്പ് എന്നിവ പതിവുണ്ട്. തൃശ്ശൂർ പൂരത്തിന് കൊടികയറി 2-ാം ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ചെമ്പൂക്കാവ് കാർത്തേയനി ക്ഷേത്രത്തിലേക്കാണ് ദേവിയുടെ എഴുന്നള്ളത്ത്. ചെമ്പൂക്കാവ് ഭഗവതി അനുജത്തിയും അയ്യന്തോൾ ഭഗവതി ജ്യേഷ്ഠത്തിയുമാണെന്നാണ് വിശ്വാസം. സഹോദരിയായ അയ്യന്തോൾ ഭഗവതി ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ഒരു ചന്ദനമുട്ടി എടുത്തുകൊണ്ടുവരുന്നതിന് പകരമായി ചെമ്പൂക്കാവ് ഭഗവതി അയ്യന്തോളിൽ നിന്ന് ഒരു കിണ്ണം എടുത്തുകൊണ്ടുവരുന്നു എന്നതാണ് ഭക്തജന വിശ്വാസം. ദേവിമാർ പരസ്പരം ക്ഷേത്രത്തിലേക്ക് സന്ദർശനം നടത്തുന്ന പതിവ് തുടരുമ്പോഴും ഈ ചടങ്ങ് ഇപ്പോൾ പതിവില്ല. ഇരുഭഗവതിമാരുടെയും യാത്രക്കിടയിൽ മുഖാമുഖം കാണരുതെന്നാണ് നിയമം. ചെമ്പൂക്കാവ് ഭഗവതി രാവിലെയാണ് ഇവിടേക്ക് എഴുന്നള്ളുക. ചെമ്പൂക്കാവിലെ ഇറക്കി പൂജയ്ക്ക് ശേഷം പാട്ടുരായ്ക്കൽ, കുട്ടൻകുളങ്ങര, പൂങ്കുന്നം എന്നിവിടങ്ങളിൽ പറയെടുപ്പും നടക്കും. 3-ാം ദിവസം ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് പടിഞ്ഞാറ്റേടത്ത് ചേമ്പറ്റ് മനക്കലാണ് ഇറക്കി എഴുന്നള്ളിപ്പ്. ദേവി അവിടെ ചെല്ലുമ്പോൾ തിരുവമ്പാടി ഭഗവതിയും എത്തിയിട്ടുണ്ടാകും. 2 ദേവിമാരും ചേർന്ന് അവിടെ പൂരം നടത്താറുണ്ട്. ഈ പൂരത്തിനെ മനക്കൽ പൂരം എന്നാണ് പറയുക. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള ചടങ്ങ് പതിവില്ല. അയ്യന്തോൾ ദേശങ്ങളിലെ പറയെടുപ്പിന് ശേഷം അന്ന് രാത്രി ക്ഷേത്രത്തിൽ കാഴ്ചശീവേലി പതിവുണ്ട്. 4-ാം ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് പുറനാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. അപ്പോൾ നൈതലക്കാവ് ഭഗവതി അയ്യന്തോൾ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. ഇരുഭഗവതിമാരും വഴിയിൽ വെച്ച് തമ്മിൽ കാണരുതെന്നാണ് വ്യവസ്ഥ. 5-ാം ദിവസം രാവിലെ 10 മണിക്ക് പുതൂർക്കര ഒളരിക്കര വഴി പുല്ലഴി ഐക്കാട് മനയിലേക്ക് പോകും. അന്ന് അവിടെയാണ് ഇറക്കി പൂജ. തുടർന്ന് അയ്യന്തോൾ, ഒളരി, പുതൂർക്കര എന്നിവിടങ്ങളിലെ പറയെടുപ്പിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. 6-ാം ദിവസം രാവിലെ ഊരാള കുടുംബമായിരുന്ന അയ്യന്തോൾ കിഴക്കിനിയടത്ത് മനയിലാണ് ഇറക്കി എഴുന്നള്ളിപ്പ്.
പൂരദിവസം പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് 5 മണിക്ക് സർവാഭരണ വിഭൂഷിതയായി ദേവി പാണികൊട്ടി വടക്കുന്നാഥനിലേക്ക് യാത്രയാകും. 6 മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും 3 ആനകളുടെയും ചെമ്പടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പ്. ചെമ്പട കൊട്ടിക്കലാശിച്ച ശേഷം നാദസ്വരത്തിന്റെയും നടപ്പാണ്ടിയുടെയും അകമ്പടിയോടെ 3 ആനപ്പുറത്ത് അയ്യന്തോൾ ഭഗവതി പൂരപ്പങ്കാളിയാകാൻ പുറപ്പെടും. ഈ എഴുന്നള്ളത്ത് രാവിലെ 8 മണിക്ക് MG റോഡിലെ കോട്ടപ്പുറം പാലത്തിലെത്തിയാൽ പഞ്ചവാദ്യം ആരംഭിക്കുകയായി. അപ്പോൾ 5 ആനകളുടെ അകമ്പടിയോടെയാകും ഭഗവതിയുടെ എഴുന്നള്ളത്ത്. പിന്നീട് 7 ആനകളും പൂരം നടുവിലാലിലെത്തിയാൽ 9 ആനകളുമാകും. അവിടെ പഞ്ചവാദ്യം അവസാനിപ്പിച്ച ശേഷം രാവിലെ 10 മണിയോടെ പാണ്ടിമേളം തുടങ്ങുകയായി. നടുവിലാലിൽ നിന്നും പൂരം ശ്രീമൂലസ്ഥാനത്തേക്ക് കയറുമ്പോൾ ആനകൾ 13 ആകും. ശ്രീമൂലസ്ഥാനത്ത് മേളം അവസാനിപ്പിച്ച ശേഷം പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്ത് കടന്ന് വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. പകലും രാത്രിയിലും മേളവും പഞ്ചവാദ്യവുമുള്ള ഘടകപൂരമാണ് അയ്യന്തോൾ ഭഗവതിയുടെ പൂരം. രാത്രിയിലെ ചടങ്ങുകൾ രാവിലത്തേതുപോലെ തന്നെയാണ് നടക്കാറ്. രാത്രി പൂരം വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാറില്ല. പകരം ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ കയറി നിന്ന് അന്ന് രാത്രിയിൽ നടുവിൽ മഠത്തിലാണ് ഭഗവതി വിശ്രമിക്കുക. പൂരപ്പിറ്റേന്ന് രാവിലെ നടുവിൽ മഠത്തിൽ ആറാട്ട് കഴിഞ്ഞ് അയ്യന്തോൾ ഭഗവതി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. രാത്രിയിലെ ഉത്തരംവിളക്കോട് കൂടിയാണ് പൂരച്ചടങ്ങുകൾ സമാപിക്കുക. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഒരാനപ്പുറത്ത് പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ കൊടിക്കൽ പൂരം നടക്കും. തുടർന്ന് ആനപ്പുറത്തുള്ള 7 പ്രദക്ഷിണത്തിനു ശേഷം ദേവിയെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കും. പിന്നീട് ആന കൊടിമരം തൊടുന്നതോടെ ദേശക്കാർ ചേർന്ന് കൊടിയിറക്കും. ഇതോടെ ഒരു വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. പഴങ്ങാമ്പറമ്പ് മനക്കാർക്കാണ് ഇവിടുത്തെ തന്ത്രിസ്ഥാനം. മനോഹരമായ ചുമർചിത്രങ്ങളോട് കൂടിയതാണ് അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. അയ്യനായ കംസന്റെ തോളിൽ ചവിട്ടി കുതിച്ചുപോയ ദേവിയാണ് അയ്യന്തോൾ ഭഗവതി എന്നാണ് വിശ്വാസം. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിന് 13 ആനകളുടെ അകമ്പടിയോടെയാണ് അയ്യന്തോൾ ഭഗവതിയുടെ എഴുന്നള്ളത്ത്. ആ കാഴ്ച ഏറെ നയനാനന്ദകരമാണ്. ഇതോടെ തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. തൃശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾക്കായി സമർപ്പിച്ചത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേർഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും.